ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റിന് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്കറിയാം നിങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വളരെ അടിപൊളിയായിട്ടൊരു ദിവസമായിരുന്നു അല്ലേ. ഇന്ന് എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട, പക്ഷെങ്കിൽ ഇത് എന്താണെന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ക്ലിയർ പഠനമാണ്. ക്ലിയർ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞത് എന്താണോ അതുപോലെ തന്നെ മാർക്കറ്റിൽ സംഭവിച്ചു. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് പോയത് കാണാത്തവർ, ഓക്കെ, ഇതിൻ്റെ മണ്ടയ്ക്ക് കാണാത്തവരാണെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ഇട്ടേക്കാം. നിങ്ങളൊന്ന് കാണുക, കണ്ടിട്ട് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക ഞാൻ എന്താണ് പറഞ്ഞതെന്നുള്ളത്. ഇത്ര ക്ലിയറായിട്ട് ഇതിൽ കൂടുതൽ ഇനിയും ക്ലാരിറ്റി വരുത്തി എങ്ങനെയാണ് പറയുന്നത് ഇല്ലേ. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇന്ന് ഒരു നഷ്ടം വരാതെ ട്രേഡുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ അനാവശ്യമായ ട്രേഡുകളുണ്ടായിരുന്നു. ആ അനാവശ്യമായ ട്രേഡുകൾ ഒഴിവാക്കി ആവശ്യമുള്ള ട്രേഡുകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്തി ട്രേഡ് എടുക്കാമായിരുന്നു. കൃത്യമായിട്ട് പാറ്റേൺസ് രൂപപ്പെട്ടു. നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അതൊക്കെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനകത്തിൽ അതെല്ലാം ക്ലിയറായിട്ട് വന്നു. പക്ഷെ ഇതൊന്നും അറിയാതെ, ഇതൊന്നും മാനിക്കാതെ മാർക്കറ്റിനെതിരെ ട്രേഡ് എടുത്ത ആൾക്കാരുമുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഇന്ന് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. നമ്മുടെ സെമിനാറിൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കറിയാം. ഇന്ന് ഒരാൾ നമ്മൾ പറഞ്ഞതിന് വീഡിയോ കാണുമായിരിക്കും. അദ്ദേഹം കണ്ടിട്ടും അതിനെതിരായിട്ട് ട്രേഡ് എടുത്ത് വളരെ ഹ്യൂജ് നഷ്ടം വരുത്തിയ ഒരാൾ. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ പൈസ നിങ്ങൾക്ക് ചുമ്മാതെ കിട്ടുന്നതാണ്. നമ്മളെപ്പോഴും ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ വരുമ്പം നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി, ഇതിൽ വന്നു പോയ ഹിസ്റ്ററി എല്ലാം നമുക്കറിയാം അല്ലേ. എല്ലാവരും ഇതിനെ കുറ്റം പറയുകയാണ്. ഇത് പൈസ കളയുന്ന ഒരു മാർഗ്ഗമാണ്, പൈസ കളയുന്നൊരു ഇടപാടാണ്, ഇത് ആർക്കൊന്നും വിജയിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇതിനകത്തിൽ നഷ്ടം വന്ന് നിലവിളിച്ച് തലയ്ക്ക് കൈയും കൊടുത്ത് ഇരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ അതിനൊരു മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങണം. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? മാറ്റം നമ്മളിൽ നിന്ന് തുടങ്ങണം. അതിന് നിങ്ങൾ ആരും തയ്യാറായിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സാമ്പത്തിക വർഷം കഴിയുമ്പോൾ അടുത്ത April 1 തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. വളരെ ക്ലിയറായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ആ വീഡിയോ ഞാൻ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞതിന് താല്പര്യം, നമ്മൾ ഒരിക്കലും മാർക്കറ്റിനെതിരെ നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ പഠിക്കുക, നമ്മൾ പഠിച്ചത് എന്താണോ അത് വരുമ്പോൾ മാത്രം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. ഞാനിങ്ങനെ ചുമ്മാ എന്തൊന്നും വളവളാന്നിങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നും. പക്ഷേ ഇതൊക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. കാരണം നിങ്ങളിങ്ങനെ പൈസ വെറുതെ കൊണ്ടുപോയി ഇങ്ങനെ ആറ്റിക്കൊണ്ട് കളയുന്നത് കാണുമ്പോൾ നല്ല സങ്കടമുണ്ട്. നിങ്ങൾക്ക് സങ്കടമില്ലല്ലോ, എനിക്ക് കാണുന്ന സങ്കടമുണ്ട്. കാരണം ഞാനിതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എങ്ങനെങ്കിലും നിങ്ങളെ ഞാൻ ഒരു ഈ കുഴിക്കകത്ത് നിന്ന് ഒരു കൈ തന്ന് കയറ്റാനാണ് ഞാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആ കൈ ഈ വഴുതി മാറ്റി കളയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ ആത്മാർത്ഥമായിട്ടൊരു കൈ തന്ന് നിങ്ങളെ ആ കുഴിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ കടലിൽ നിന്ന്, അല്ലെങ്കിൽ ആറ്റിൽ നിന്ന് വലിച്ചു കയറ്റാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾ കൈ തന്നില്ലേ എന്ത് ചെയ്യാൻ പറ്റും? കൈ തന്നെങ്കിലല്ല എനിക്ക് നിങ്ങളെ വലിച്ചു കയറ്റാൻ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾ കൈ തരാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ട്. ഇന്ന് നമുക്ക് ട്രേഡ് എത്ര മണിക്കാണ്? നമ്മുടെ ട്രേഡ് ഇന്ന് ഏകദേശം ഒരു 12 മണിയായപ്പോൾ, ഇന്നും ഒരു 12 മണിയായപ്പം ഏകദേശം കഴിഞ്ഞു. 12 അതിന് മുന്നേ കഴിഞ്ഞു. അതിന് മുന്നേ കുറേ പേര് കഴിഞ്ഞ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ഞാൻ എന്നിട്ട് അവരെ ചീത്ത വിളിച്ച് ഓടിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സിസ്റ്റം ക്ലോസ് ചെയ്തിട്ട് പൊക്കോളം പറഞ്ഞു ഞാൻ. നിങ്ങൾ ഇനിയും തുറക്കരുത് നിങ്ങളെന്ന് പറഞ്ഞു. ഇനിയും അപ്പോൾ 2-3 ഡൗട്ട് പോലും ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി എന്നോട് സംസാരിക്കുകയും ചെയ്യണ്ട, നിങ്ങൾ പൊയ്ക്കോ. നിങ്ങൾ ഇനി ഈ കിട്ടിയ പ്രോഫിറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അതിന് പോവുക. നമ്മൾ അങ്ങനെ ഒന്ന് ശീലിക്കുക. നിങ്ങൾ ഈ ന്യായത്തെ കൈവിടല്ലേ ദൈവത്തെ ഓർത്ത് കുഞ്ഞുങ്ങളെ. നിങ്ങൾ ഈ ന്യായം, ഒരു ന്യായത്തിൽ നിങ്ങൾ പിടിച്ചിരിക്കും. നിങ്ങൾക്ക് ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുക. വീണ്ടും നിങ്ങൾ ട്രേഡ് ചെയ്യാതെ നിങ്ങൾ അങ്ങനൊരു ശീലം വരുത്ത്. ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ കാലെ പിടിച്ച് പറയുക. കാരണം എന്തുമാത്രം പൈസ നിങ്ങൾ വെറുതെ കൊണ്ട് കളയുന്നത്. ഈ പൈസയൊക്കെ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കളും ഒക്കെ അനുഭവിക്കേണ്ട പൈസയല്ലേ? ഇത് നിങ്ങൾ ഡെയിലി വന്ന് 2000, 3000, 5000 ഡെയിലി ഇവിടെ കൊണ്ടുവന്ന് കളയും. ഒരു ദിവസം മാത്രം 5000 കിട്ടും. ബാക്കി 5 ദിവസം, ഒരാഴ്ചയിൽ 5 ദിവസം ട്രേഡിംഗ് സെഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ 5000 കിട്ടുമായിരിക്കും.
5000 കിട്ടും. ബാക്കി 4 ദിവസവും 2000, 3000, 4000 വെച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് എന്ത് പ്രയോജനം? നിങ്ങൾ ഇതുകൊണ്ട് ഇതിനകത്ത് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു ഗുണം എന്തുകൊണ്ട്? പിന്നെയും പ്രതീക്ഷയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രതീക്ഷയാണ്. നാളെ കിട്ടും, നാളെ കിട്ടും, നാളെ കിട്ടും. ഈ കിട്ടുമെന്ന് പറയുന്നതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം 2000, 3000 കിട്ടും. അപ്പോൾ പിന്നെ ആത്മവിശ്വാസം കൂടും. അപ്പോൾ പിന്നെ നെക്സ്റ്റ് ഡേയിൽ അതിനൊക്കെ ഡബിൾ ലോട്ട് എടുത്ത് ചെയ്യുക. എനിക്ക് ഇന്നലെ ഇത്രയും കിട്ടിയില്ല, അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഡബിൾ കിട്ടും. ഇതാണ് നമ്മുടെ ചിന്താഗതി. ആ ചിന്താഗതി നമ്മൾ മാറ്റണം സഹോദരങ്ങളെ. ആ ചിന്താഗതി നമ്മൾ മാറ്റണം. ദയവ് ചെയ്ത് നിങ്ങൾ ന്യായമായിട്ടുള്ളത് കിട്ടിയാൽ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 10%, അതെന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂടുതലാണ്. 10% എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ ആ ഓഹരി ഗ്രൂപ്പിൽ നമ്മുടെ ആ 10 നിയമങ്ങളിട്ട് അടുത്ത് പറഞ്ഞു 10%. അവർ 2-3% ഒരു ദിവസം അവർ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് നമുക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളിടുന്ന ക്യാപിറ്റലിൻ്റെ 10% എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 10%, അതിൽ 10 ദിവസം കൊണ്ട് നിങ്ങളുടെ ക്യാപിറ്റൽ ഡബിളായെന്ന് ആലോചിക്കണം. ഈ 10% ഒരു ദിവസം കിട്ടിയത്, അതായത് 10,000 രൂപ വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്താൽ ഒരു ദിവസം നിങ്ങൾക്ക് 1000 രൂപ കിട്ടിയെന്ന് വിചാരിച്ചു. 10 ദിവസം കൊണ്ട് ഈ 1000 എന്നുള്ളത് 10,000 ആയി. നിങ്ങളുടെ ക്യാപിറ്റൽ ഡബിളായി. ഓക്കെ, ഈ 10 എന്നുള്ളത് 15 ദിവസം എടുത്തു. 5 ദിവസം സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് വിചാരിച്ചു. അതുകൂടെ കണക്കൂട്ടി 15 ദിവസം എടുത്തു. അല്ല വേണ്ട, 1 മാസം എടുത്തു. 1 മാസം, 1 മന്ത്. 1 മന്ത് കൊണ്ട് നിങ്ങളുടെ ഈ ക്യാപിറ്റൽ ഡബിൾ ആകാൻ പറ്റുമോ? നിങ്ങൾ അങ്ങനെ ഒന്ന് ശ്രമിക്കേണ്ട സഹോദരങ്ങളെ. നിങ്ങളിങ്ങനെ ഞാൻ ഇത്രയും പറയാൻ കാര്യം, ഞാൻ ഇന്ന് ആ ഒരാളുടെ സ്ക്രീൻഷോട്ട് കണ്ടുകൊണ്ട്. കാരണം ഇത്ര വലിയ ഹ്യൂജ് ക്വാണ്ടിറ്റി, ചിലപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര എക്സ്പീരിയൻസ് ഒക്കെ കാണുമായിരിക്കാം, എനിക്കറിയത്തില്ല. പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഇത്ര വലിയ ഒരു ഹ്യൂജ് ലോസ്, ഇങ്ങനെ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി എടുത്ത് ഹ്യൂജ് ലോസും നമ്മൾ പറഞ്ഞ മാർക്കറ്റിനെതിരെ പറഞ്ഞാൽ സൈഡിൽ കൂടെ തന്നെയാണ് എങ്ങനെയുള്ളത് രക്ഷപ്പെടുമെന്ന് വിചാരിക്കാൻ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ. ഇത് നമ്മൾ പറഞ്ഞതിനെതിരെ മാർക്കറ്റ് പൊസിഷൻ എടുത്ത് ഹോൾഡ് ചെയ്തിട്ട് അവസാനം അതിൻ്റെ എന്താ പറയുക, അണ്ടകടാഹം വരെ കീറി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓക്കെ, നമുക്കെതിരെ മാർക്കറ്റ് പോയാൽ നമ്മൾ എന്ത് ചെയ്യണം? മാറി നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് ബുക്ക് ചെയ്യുക. സ്റ്റോപ്പ് ലോസിന് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. നമ്മുടെ ലോസ് നമ്മൾ ബുക്ക് ചെയ്യണം. നമ്മൾ അതിന് പഠിക്കണം. നമ്മൾ ലോസ് ബുക്ക് ചെയ്യാതെ നമ്മൾ ഇനി കയറും അല്ല, നമ്മൾ വഴിക്ക് വരും ആഗ്രഹം. ഒരു 500 കൂടെ നോക്കാം, ഒരു 500 കൂടെ നോക്കാം, ഒരു 500 രൂപയുടെ നോക്കാം. ഈ നോക്കി 3 പ്രാവശ്യം 500 ആയപ്പോൾ 1500 രൂപയായി. നിങ്ങളത് മനസ്സിലാക്കണം. 3 പ്രാവശ്യം 500 നിങ്ങൾ എക്സംഷൻ കൊടുത്തപ്പോൾ 1500 രൂപയായി. നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ ഓൾമോസ്റ്റ് അത് പോവുക. ഓൾറെഡി സ്റ്റോപ്പ് ലോസ് നിങ്ങൾ 1500 രൂപ ഇട്ടെന്ന് വിചാരിച്ചു. അതിനോട് പിന്നെ 1500 രൂപ 3000 രൂപയായി. 10,000 രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ്. നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 30% പോയി. നിങ്ങൾ അതെന്താ മനസ്സിലാക്കാത്തത്? ഓക്കെ, ഞാൻ പറഞ്ഞ് ഞാൻ ഇമോഷണൽ ആകുന്നു. എൻ്റെ ഇതൊന്ന് വിട്ടുപോകുന്നു ഞാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. ഇന്നത്തെ മാർക്കറ്റിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഇന്ന് എന്താണ് പറഞ്ഞത്? കുറച്ചൊന്ന് വലുതാക്കിയോ. ഞാൻ പറഞ്ഞു മാർക്കറ്റ് ഇന്ന് ഒരു ഡൗൺ ട്രെൻഡിനാണ് സാധ്യത എന്ന് പറഞ്ഞു. അതിൻ്റെ കാരണ സഹിതവും ഞാൻ പറഞ്ഞു ഇല്ലേ. മാർക്കറ്റ് ഇന്നൊരു ഡൗൺ ട്രെൻഡിനാണ് സാധ്യത, മാർക്കറ്റ് താഴോട്ട് വരാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ മാർക്കറ്റ് നേരെ ഒരു പാറ്റേൺ രൂപപ്പെട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു. നമുക്കിനി ഇതിൻ്റെ ആവശ്യമില്ല. ഈ ട്രെൻഡ് ലൈനും കളയാം. നമുക്കതൊരു വല്ലാത്തൊരു ഇതായിട്ട് കിടക്കും. ഓക്കെ, ഈ ട്രെൻഡ് ലൈനും കളയാം. ഓക്കെ, നമ്മൾ ഈ നോക്കിക്കേ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഒരു ചെറിയ ഫ്ലാറ്റ് ഓപ്പൺ അല്ലെങ്കിൽ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഇല്ലേ. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ ചെറിയ ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഇല്ലേ. അപ്പോൾ 30 പോയിൻ്റ് കണ്ട ഓപ്പൺ ചെയ്തു പോകുന്നു എനിക്ക് തോന്നുന്നു. 30 പോയിൻ്റ് കണ്ട ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് കുറച്ച് മുകളിലോട്ട് പോയി നമ്മൾ വരച്ച അതേ ലൈൻ നിങ്ങൾ നോക്ക്, 23,726 ഇതേ ലൈനിൽ വന്ന് തട്ടി മാർക്കറ്റ് സെക്കൻഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ മുകളിൽ പോയെങ്കിലും തിരിച്ച് നേരെ വന്ന വഴിയെ തന്നെ നേരെ തിരിച്ചു വന്നു. ഇതൊരു എൻഗൾഫിംഗ് ആണ്. നിങ്ങൾ നോക്കിക്കേ, ഇതൊരു എൻഗൾഫിംഗ് ക്യാൻഡിലായത് അല്ലേ. ഓൾമോസ്റ്റ് ഇപ്പം തിയറി പ്രകാരം നിങ്ങൾ നോക്കാം, തിയറി പ്രകാരം ഇത് എൻഗൾഫിംഗ് അല്ലെങ്കിലും ഞാനൊന്ന് വലുതാക്കി കാണിക്കാം. നിങ്ങളെ പഠിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ കണ്ടെങ്കിലും പഠിക്കുക. ഞാനിത് ഒന്ന് വലുതാക്കി കാണിക്കാം. നോക്ക്, നിങ്ങൾ നോക്കിക്കേ, ബോഡിക്ക് ബോഡി. നിങ്ങൾ കറക്റ്റായിട്ട് ഞാനിനി നിയമമായിട്ട് തന്നെ പറയാം. ബോഡിക്ക് ബോഡി അല്ലേ, വിക്ക് അതിൻ്റെ മുകളിൽ പോയി. ഇത് എൻഗൾഫിംഗ് ക്യാൻഡിലാണ്. വലുതാക്കി നോക്കിയേ, ഇതും താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വിക്കും താഴെയുണ്ട്. ഇതൊരു ബെയറിഷ് എൻഗൾഫിംഗ് ആണ് കാണുന്നത് ഇല്ലേ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ ബെയറിഷ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെയറിഷ് എൻഗൾഫിംഗ് നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ചിലപ്പം ഓക്കെ, നമ്മുടെ എതിരെ പോയെന്ന് വിചാരിച്ചോ, പൊക്കോട്ടെ, നമുക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ട് ഇവിടെ. ഇവിടെ ഉണ്ട് ഇല്ലേ. ഈ സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ നിങ്ങളൊരു ട്രേഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ 10 അല്ല 15 പോയിൻ്റ് പൊയ്ക്കോട്ടെ.
10 15 പോയിന്റ് നിങ്ങൾ പൊയ്ക്കോട്ടെ, നോ പ്രോബ്ലം. ഹ്യൂജ് ലോസ് ഒന്നും വരത്തില്ല, നമുക്ക് സഹിക്കബിൾ ലോസാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒരു എസ് എൽ ഇട്ടിട്ട് നമ്മളിവിടെ ട്രേഡ് എടുക്കുന്നു. നോക്ക്, കൃത്യമായി അടുത്ത പോയിന്റ് നമ്മുടെ താഴത്തെ റേഞ്ചിൽ വന്ന് മാർക്കറ്റ് നേരെ വന്ന് സപ്പോർട്ട് എടുത്തു ഇല്ലേ, നേരെ വന്ന് സപ്പോർട്ട് എടുത്തു. നോക്കിക്കേ, അപ്പോൾ നമുക്ക് എത്ര പോയിന്റ് കിട്ടി? 726, 630, 100 പോയിന്റ്. ഈ ഒറ്റ ട്രേഡ് മതി 100 പോയിന്റ്. നിങ്ങൾക്ക് 30, 40, 20, 25 എത്രയെങ്കിലും പ്രീമിയം നിങ്ങൾക്ക് കിട്ടിക്കാണും ഇല്ലേ? ന്യായമായി. ഈ സമയത്ത് മണി 10 ആയില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു 10 മണി ആയില്ല. അതിനു മുന്നേ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കേൾക്കുന്ന സാക്ഷികളുണ്ട്. എന്നെ കേൾക്കുന്ന, ഞാൻ പലരെയും ചീത്ത വിളിച്ച് ഓടിച്ച ആൾക്കാരുണ്ട് എന്നെ കേൾക്കുന്നവർ. അവരിപ്പോൾ ചിരിക്കുമായിരിക്കും. 10 മണിക്ക് മുന്നേ നിങ്ങളുടെ പ്രോഫിറ്റ്, നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്തു ഇല്ലേ? അച്ചീവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞു നിങ്ങൾ മാറി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ അങ്ങനെ മെസ്സേജ് ഇട്ടത്, കിട്ടുന്നതും കൂടെ നിങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞത്. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ചെറുതായി ഇവിടെ കടന്ന് ആടിക്കളിച്ച ശേഷം വീണ്ടും നമ്മുടെ ഇതേ വന്ന് സപ്പോർട്ട് എടുത്തു ഇല്ലേ? അതിൽ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകുമെന്ന് വിചാരിച്ചു, പോയില്ല. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വേറെ അടുത്തൊരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു കാര്യം കൂടെ കാണിച്ചു തരാം ഞാൻ ക്ലിയർ ആയിട്ട്. നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്തു അല്ലേ? ഇവിടെ നമ്മുടെ ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്തു, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇതിന് ശേഷം മാർക്കറ്റ് വീണ്ടും പോയി, വീണ്ടും താഴെ വന്നു, വീണ്ടും പോയി, വീണ്ടും താഴെ വന്നു, വീണ്ടും പോയി. ഇത് കണ്ടപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ഒരു പാറ്റേൺ വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് ഇങ്ങനെ ലോവർ ഹൈ ഇങ്ങനെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ട് വരിക എന്നുള്ള കാര്യം നമുക്കൊരു പാറ്റേൺ മനസ്സിലായി ഇല്ലേ? ഇനി ഈ പാറ്റേൺ മനസ്സിലായിരുന്നെങ്കിൽ അടുത്ത പാറ്റേൺ ഉണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഒരിക്കലും മാർക്കറ്റ് ഇങ്ങനെ പോകത്തില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് ഡേഞ്ചർ മാർക്കറ്റാണ്. ഇതാണെന്നുണ്ടെങ്കിൽ കൊടിമരം, ഞാൻ എപ്പോഴും എൻ്റെ ഭാഷ ഏതാണ്, കൊടിമരം എന്ന് പറയുന്നത്. കൊടിമരം പോലെ പോയി കഴിഞ്ഞാൽ ഈ കൊടിമരം ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേസമയം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി മാർക്കറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് പണിയുമ്പോൾ സ്റ്റെയർ കേസ് പണി കണ്ടിട്ടുണ്ടോ? സ്റ്റെയർ കേസ് പണിയുമ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ അങ്ങ് പണിയുമാണ് ചെയ്യുന്നത്. അല്ല, ആദ്യം കുറച്ച് പണിയും അവിടെ ഒരു ലാൻഡിങ് ഉണ്ടാക്കും അല്ലേ? ഇവിടെ ഇതിനകത്ത് എഞ്ചിനീയേഴ്സും ഉണ്ട്. ഒരു ലാൻഡിങ് ഉണ്ടാക്കും. ആ ലാൻഡിങ്ങിനോട് ശേഷം മാത്രമേ ഞാൻ നേരെ മാർക്കറ്റ് പിന്നെ അടുത്തത് പണിയത്തുള്ളൂ. പിന്നെ ഒരു ലാൻഡിങ് ഉണ്ടാക്കും. നീളം കൂടുതലാണെങ്കിൽ പിന്നെ ഒരു ലാൻഡിങ് ഉണ്ടാക്കും, പിന്നെയും പോകും ഇല്ലേ? മുകളിലോട്ട് ഇങ്ങനെ പണിയുവാണെങ്കിൽ തന്നെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഒരു ലാൻഡിങ് ഉണ്ടാക്കും, പിന്നെ ഇവിടെ ഒരു ലാൻഡിങ് ഉണ്ടാക്കും. അങ്ങനെ ലാൻഡ് ചെയ്താണ് ഇത് ഒരു സ്റ്റെയർ കേസ് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആ സ്റ്റെയർ കേസിന് ബലം കൂടും എന്ന് പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് എപ്പോഴും ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റും വളരെ കൂടുതലായിരിക്കും. അതേസമയം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഹെൽത്തി മാർക്കറ്റായി. അപ്പോൾ ഇതുപോലെ തന്നെ ഡൗൺ ട്രെൻഡുമാണ്. ഇതിങ്ങനെ ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത്. എഴുന്നേറ്റ്. അപ്പോൾ ഇതിങ്ങനെ ഒരു പാറ്റേൺ ഫോം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ ഒരു പാറ്റേൺ എന്ത് ചെയ്തിട്ട് ഇവിടെ ഫോം ആയിട്ടുണ്ട് ഇല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്തു. 1, 2, 3 ഐഡൻറ്റിഫൈ ചെയ്തു ഇല്ലേ? അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുന്ന് അതുപോലെ തന്നെ നമ്മുടെ കറക്റ്റ് നമ്മുടെ സപ്പോർട്ട് ലൈനിൻ്റെ താഴെ, അതായത് നമ്മുടെ റേഞ്ച് ലൈനിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്ത് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കിയാൽ വലുതാക്കി കാണിക്കാം ഞാൻ. നോക്കിക്കേ, ഇവിടെ ഒരു 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, 2 ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടി ഇല്ലേ? അപ്പോൾ നമുക്കിവിടെ ഒരു SL ഇട്ടിട്ട് നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കാം. ഇവിടുന്ന് നേരെ നല്ല സുന്ദരമായിട്ട് നമുക്ക് കിട്ടി. അവസരങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ അടുത്തത് ഞാൻ പറയാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ICICIയും കോട്ടക് ബാങ്കും. ഇതിന് രണ്ടും നമ്മൾ വാച്ച് ചെയ്യണം. ഇത് രണ്ടും നെഗറ്റീവിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്, പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നിഫ്റ്റി പോവും. ബാങ്ക് നിഫ്റ്റി നല്ലപോലെ വീഴുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ വരിക. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടായിരുന്നു. ഒരു ട്രേഡിന് വേണ്ടിയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി എപ്പോഴും കിട്ടത്തില്ല മാർക്കറ്റിൽ. നമ്മളത് മനസ്സിലാക്കണം. അപ്പം അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ആ അവസരങ്ങളെ നല്ലപോലെ ഉപയോഗിക്കുക. എത്ര പേര് നിങ്ങളിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കി ഞാൻ നോക്കിയില്ല. ഞാൻ ആ പോൾ തന്നെ ഇട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ഇപ്പോഴത്തെ അവസ്ഥ എത്രയാണ്? 191 പേര് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 73 പേര് എന്ത് ചെയ്തു? പിന്നെ പരിക്ക് പറ്റിയിട്ടുണ്ട്, അതായത് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഞാൻ ആ പറയുമ്പോൾ അങ്ങോട്ട് 45 പേരെ ഉള്ളായിരുന്നു. പിന്നെയും നിങ്ങൾ ട്രേഡ് ചെയ്ത് 73 പേര് ലോസ് ആക്കി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും?
അപ്പം ഏകദേശം നഷ്ടം വരുത്തിയതിനേക്കാളും 3 ഇരട്ടിക്കടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്. എന്നാലും ഈ നഷ്ടപ്പെട്ടവരെ ഓർത്താണ് എനിക്ക് സങ്കടം. കാരണം ഈ യേശുക്രിസ്തു 100 ആടുകളിൽ ഒരാട് പിന്നെ വഴിതെറ്റിപ്പോയപ്പം, അല്ലേ അപകടത്തിൽ അകപ്പെട്ടപ്പം അതിനെ തേടി 99 വിറ്റ് അതിനെ തേടി പോയെന്ന് പറഞ്ഞ കണക്ക് ഈ പ്രോഫിറ്റ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈ ലോസ് വന്നവരോടാണ് എനിക്ക് സങ്കടം. എനിക്ക് അവരോടാണ് പറയാനുള്ളത്. നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കി തെറ്റ് തിരുത്താൻ തയ്യാറാകുക. ഓക്കെ, അത്രേ ഉള്ളൂ. എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല. അപ്പം ഇതൊക്കെ ഇന്നത്തെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇത് നമുക്ക് എല്ലാ ട്രെൻഡും നമുക്ക് അനുകൂലമായിരുന്നു. കൃത്യമായിട്ട് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തവരെ, ട്രേഡ് എടുത്ത് അത് വിജയിച്ചവരെയൊക്കെ ആശംസിക്കുന്നു. അപ്പം നമുക്ക് നഷ്ടം വന്നവരോട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നാളെ എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് നാളെ എന്താ സംഭവിക്കുന്നതെന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇടുന്ന് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റി ലവേഴ്സുകാർ നല്ല സുന്ദരമായിട്ടുള്ള ട്രേഡ് ഉണ്ടായിരുന്നു. കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ട്രേഡായിരുന്നു. കണ്ണും പൂട്ടി, അത് ഒന്നും നോക്കാനില്ലായിരുന്നു, ഇല്ലേ? ഒന്നും നോക്കാനില്ലായിരുന്നു ട്രേഡ്. ഇതാ നോക്കിക്കേ, എന്താണ് ഇവിടെ, വളരെ സിമ്പിൾ ട്രേഡായിരുന്നു നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിക്കാർക്ക്. മാർക്കറ്റ് വന്നു, ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു, പോയി നമ്മുടെ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തു, റെസിസ്റ്റൻസ് എടുത്തു, നേരെ തിരിച്ചു വന്നു, മുകളിൽ പോയി റീടെസ്റ്റ്. ഇത് നമ്മുടെ താഴോട്ടുള്ള റീടെസ്റ്റ്, ഇല്ലേ? എങ്ങനെയാണ് റീടെസ്റ്റ് ചെയ്യുന്നത്? താഴെയുള്ള റീടെസ്റ്റ് എങ്ങനെയാണ്? ഇതാ ഇങ്ങനെ, ഇല്ലേ? ഇതാ താഴോട്ടുള്ള മേലോട്ടുള്ള റീടെസ്റ്റ് എങ്ങനെയാണ്? ഇങ്ങനെ, ഇല്ലേ? അപ്പോൾ ക്ലിയർ ആയിട്ട് ഒരു റീടെസ്റ്റ്, ഈ റീടെസ്റ്റ് കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണെങ്കിലും മാർക്കറ്റ് താഴോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവും, ഇല്ലേ? ഒന്ന് ഞാൻ കറക്റ്റ് ചെയ്യാം. അപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മുടെ ലൈനിൽ റെസിസ്റ്റൻസ് എടുത്തു, അതിന് ശേഷം താഴോട്ട് വന്നു, കുറച്ചൊന്ന് മുകളിലോട്ട് പോയി കുറച്ച് നേരം കൺസോളിഡേറ്റ് ചെയ്തു. ഒരു നല്ല ഇതാണ് തെറ്റിദ്ധാരണ ക്യാൻഡിൽ എന്ന് പറയുന്നത്. എൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇതാ ഒരു ബുള്ളിഷ് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി വരുത്തി തീർത്തു. ഇതൊക്കെ കാണിക്കുക. ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ അപ്പം ചാടി വരിക്കും. ഈ ക്യാൻഡിലെ കണ്ടിട്ടായിരിക്കും മറ്റേ പുള്ളി എടുത്തത്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതാ ഒറ്റ ക്യാൻഡിൽ ബുള്ളിഷ് മൊമെൻറ്റം മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി പറക്കാൻ പോവാണ്. വിക്കൊന്നുമില്ല, നല്ല ഫുൾ ബോഡി ക്യാൻഡിലാണ്, മാർക്കറ്റ് ഇവിടുന്ന് ഇപ്പം പറക്കും എന്നുള്ളൊരു പ്രതീതി വരുത്തി തീർത്തു. ഓക്കെ, പ്രതീതി വരുത്തിയ ശേഷം അടുത്ത ഈ ക്യാൻഡിൽ ഗ്രീൻ ക്യാൻഡിലായിരുന്നു. ആദ്യം തുടങ്ങിയപ്പോൾ ഇത് ഗ്രീൻ ക്യാൻഡിലാണ്, ഇവിടം വരെ പോയി, ഇല്ലേ? അപ്പോഴേ ആൾക്കാരെല്ലാം ചാടി ഇവിടെ ഇതിന് മണ്ടയ്ക്ക് എടുത്ത് കാണുക. ഓക്കെ, നിങ്ങൾ എടുത്തു, നോ പ്രോബ്ലം. ഇത് ഈ ക്യാൻഡിൽ കണ്ടുകൊണ്ട് എടുക്കാം. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഉണ്ട് നമുക്കിവിടെ. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഇല്ലേ? ആ സ്റ്റോപ്പ് ലോസ് വന്നാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് അടിച്ചോട്ടെ, സ്റ്റോപ്പ് ലോസ് നമുക്ക് സ്വാഭാവികമാണ്, നമ്മുടെ മാർക്കറ്റ് ഉള്ളതാണ്, ഇല്ലേ? ആ സ്റ്റോപ്പ് ലോസിനെ മാനിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. റെസ്പെക്റ്റ് ചെയ്യണം, മനസ്സിലായോ? അപ്പം നമ്മൾ ഇത് വിട്ടു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് നേരെ തിരിച്ചു വന്നു. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കിട്ടി, ഒരു ട്രേഡ് എടുക്കാനുള്ള ക്യാൻഡിൽ, ഇല്ലേ? കൺഫർമേഷൻ ക്യാൻഡിൽ. സ്റ്റോപ്പ് ലോസ് എവിടെയാണ്? ഇവിടെയാണ്. നമ്മളിവിടെ റിസ്ക് എടുത്തേ ഒക്കത്തുള്ളൂ, നമ്മൾ സ്റ്റോപ്പ് ലോസ് ചെയ്തേ ഒക്കത്തുള്ളൂ. അടിച്ചാൽ അടിച്ചു, ഇല്ലെങ്കിൽ നമുക്ക് അടിച്ചാൽ 10, 20, 25 പോയിന്റ് ബാങ്ക് നിഫ്റ്റിക്കകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരും. കിട്ടിയാൽ ഒരു ടാർജറ്റ് യമണ്ടൻ ടാർജറ്റാണ്. 600 പോയിന്റ് ഇന്ന് ബാങ്ക് നിഫ്റ്റി മുകളിൽ ഇവിടുന്ന് വീണു. അതായത് 787 നിന്ന് 180, 600 പോയിന്റ് ബാങ്ക് നിഫ്റ്റി ഇന്ന് വീണു. ഞാൻ 51,700 150 രൂപയ്ക്ക് എടുത്തു. 51,700 ഞാൻ 150 രൂപയ്ക്ക് എടുത്തിട്ട് 240 രൂപ ബുക്ക് ചെയ്തു. അത് പോയി നിന്ന് അങ്ങാണ്ട് 400 അടുത്തങ്ങാണ്ട് പോയത് സാധനം. ഞാൻ നോക്കിയില്ല എത്ര, കാരണം എനിക്ക് ന്യായം ഇത് മതി. വേണം എനിക്കിത് ഹോൾഡ് ചെയ്യായിരുന്നു ഇവിടം വരെ. ഞാൻ ഹോൾഡ് ചെയ്തില്ല, എനിക്ക് 90 പോയിന്റ് മതി. 90 പോയിന്റ് കൊണ്ട് ഞാൻ സംതൃപ്തനാണ്. എനിക്ക് സംതൃപ്തി അടയാമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സംതൃപ്തി അടഞ്ഞുകൂടാ? എൻ്റെ ചോദ്യം അതാണ്. പിന്നെ ഇത് നോക്കിക്കേ, നിങ്ങൾക്കൊന്ന് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല. ഇത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിസുന്ദരമായ ഒരു ട്രേഡ്. എവിടെങ്കിലും ഒരു റിവേഴ്സൽ വന്നോ? നിങ്ങളിവിടെ നോക്കിക്കേ, എവിടെങ്കിലും ഈ ഒരു ഒറ്റ ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുത്തു. ഇതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില ദിവസം നമുക്ക് മാർക്കറ്റ് അവസരം തരും, ആ അവസരം നമ്മൾ കൃത്യമായിട്ട് വിനിയോഗിക്കാന്നുള്ളത്. ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കണ്ട. മാർക്കറ്റ് എങ്ങോട്ടെങ്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടി റിവേഴ്സലോ എങ്ങും കാണിച്ചിട്ടില്ല. ഇതിൻ്റെ ആധാരം എന്താണ്? ഇതിൻ്റെ ആധാരം നിങ്ങൾ HDFC, ICICI, കോട്ടക്, ഇവർ 3 പേരുമായിരുന്നു ഇതിന് കാരണക്കാർ. നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇന്നലെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഈ 3 ബാങ്കിനെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് താഴോട്ട് വരുമെന്ന് ഞാൻ
വെരി ക്ലിയർ ആയിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി നോക്കുക വീഡിയോയുടെ അവസാനം. ചിലപ്പോൾ ആരും കണ്ടു കാണത്തില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പുസ്തകം മുടക്കി നിങ്ങൾ പോയി കാണും. പക്ഷേ ഈ വീഡിയോയുടെ അവസാനമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. എത്ര പേര് കേട്ടു, അനുസരിച്ചു, നോട്ടീസ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. മനസ്സിലായി? സുന്ദരമായിട്ട് നിങ്ങൾക്ക് ചാൻസ് ഉണ്ടായിരുന്നു. അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് വിടുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ലെവൽ കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇത്രയും സത്യം പറഞ്ഞാൽ ഞാൻ ആത്മരോഷം കൊള്ളുക കേട്ടോ. റിയലി കാണുമ്പോൾ നമുക്ക് എപ്പോഴും മാർക്കറ്റ് അവസരം തരത്തില്ലെന്നേ. ഓക്കെ, അപ്പം നാളത്തെ ട്രേഡ് നോക്കാം. നാളെ മാർക്കറ്റ് നമ്മുടെ ലെവൽ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമുക്ക് ഇവനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. 420 180 പറ്റത്തില്ല. നമുക്ക് ഇവനെ ഇങ്ങനെ നിൽക്കട്ടെ 240. പക്ഷേ മാർക്കറ്റ് എത്രയല്ല ക്ലോസ് ചെയ്ത് നോക്കണേ. 209 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 209. ഓക്കെ, അപ്പം നമുക്ക് ഇതിങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇതിവിടെ തന്നെ നിൽക്കട്ടെ. 951 180 180 950. ഓക്കെ, ഇത് 51 249. ഓക്കെ, ഇതിവിടെ തന്നെ നിന്നോട്ടെ. ഇതിങ്ങനെ താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത വഴി നോക്കിയാൽ മതി. മുകളിലോട്ടുള്ള ഒരു സംഭവം നമുക്ക് നോക്കാം. ഇതാണ് ക്ലിയർ ആയിട്ട് ഇവിടെ സാധനം കിടപ്പുണ്ട്. ഇതാണ് മുകളിലോട്ടുള്ള നിങ്ങളുടെ ട്രെൻഡ് ലൈൻ. മുകളിലോട്ടുള്ള ഒരു ലൈൻ. ഇത് അടുത്തത് ഈ സാധനം. ഓക്കെ, അത് ഇത്രയും ലൈനാണ് മുകളിലോട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഞാനിത് ഒന്ന് വരച്ചു തരാം. നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, ഞാനിങ്ങനെ ആത്മരോഷം കൊള്ളുന്നത്. കാരണം അവസരം വരുമ്പോൾ നമുക്കിതൊക്കെ കാണുമ്പം നമുക്ക് എന്താ പറയുന്നത്, നല്ല സങ്കടം വരും. കാരണം ഞാൻ ഈ അവസ്ഥകളിലൂടെ കടന്നു പോയതുകൊണ്ടാണ് ഇത്രയും ആത്മരോഷം. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ്, എനിക്കിതൊന്നും ഇല്ല, എനിക്കിതിപ്പോൾ നിങ്ങളെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ എടുത്തു എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ട് അങ്ങ് പോകാമെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ എനിക്ക് നിങ്ങളോട് ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ അങ്ങനെയല്ല, ഞാൻ എനിക്ക് നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പം ആത്മാർത്ഥമായിട്ട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി, ഒരിക്കൽ പറഞ്ഞ് കേട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയുക. അല്ല ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾ മനസ്സിലാക്കി ഈ നല്ല വഴിയെ വരുന്നെങ്കിൽ ഞാൻ സംതൃപ്തനാണ്. പിന്നെ എന്തെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ എന്നെ ഓർക്കും. ഓക്കെ, ആ മനുഷ്യൻ അന്ന് കിടന്ന് അലച്ചുകൊണ്ടാണ് ഞാനിന്നിപ്പോൾ ഇങ്ങനെ രക്ഷപ്പെട്ട് ഈ നിലയിലെത്തിയെന്ന് നിങ്ങൾ എന്നെങ്കിലും ഓർക്കും, ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നാളത്തെ ലെവലുകൾ. മാർക്കറ്റ് ഞാൻ വേണമെന്ന് ജസ്റ്റ് ഒന്ന് വരച്ചേക്കാം. ഇവിടുന്ന് മേലോട്ട് ഇങ്ങോട്ട്. ബാങ്ക് നിഫ്റ്റിക്കകത്തിൽ നാളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കോട്ടക് ബാങ്കിനെ നോക്കണം. കോട്ടക് ബാങ്ക് നിങ്ങൾ നോക്കണം. ICICI നിങ്ങൾ നോക്കണം. HDFC വിട്ടേരെ. HDFC താഴോട്ട് വരുന്നെങ്കിൽ ഫൈൻ. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ആയിട്ട് കോട്ടക് ബാങ്കിനെ ICICI ബാങ്കിനെ നിങ്ങൾ വാച്ച് ചെയ്യണം. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ആ ഡയറക്ഷനിലായിരിക്കും ബാങ്ക് നിഫ്റ്റി പോകുന്നത്. ഓക്കെ, നമ്മുടെ HDFC ന്യൂട്രലായിട്ട് നിൽക്കുകയും മറ്റേത് രണ്ടും ഡൗൺ ട്രെൻഡിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നാളെ വീണ്ടും നമുക്ക് ഒരു ഫോള് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നവർ നിങ്ങൾ വെയിറ്റേജ് സ്റ്റോക്കിനെ നോക്കുക. ഓക്കെ, അപ്പം അത് ആക്സിസ് ബാങ്കൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ ICICI ബാങ്കിന് നല്ല വെയിറ്റേജ് ഉള്ള സ്റ്റോക്കാണ്. ഓക്കെ, കോട്ടക്കിന് വലിയ വെയിറ്റേജ് ഇല്ലെങ്കിലും പോയിന്റ് കൂടുന്തോറും അതനുസരിച്ച് അത് ബാങ്ക് നിഫ്റ്റിയെ ബാധിക്കും. എങ്കിലും HDFC ന്യൂട്രലായിട്ട് നിൽക്കുകയും പിന്നെ ICICI താഴോട്ട് പോവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് തന്നെ വരും. SBI ഒക്കെ നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് കണ്ട് ബാങ്ക് നിഫ്റ്റിക്കാർ ട്രേഡ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ റേഞ്ച്. ഓക്കെ, അപ്പോൾ നമുക്കിനി മിഡ് ക്യാപ്പിലോട്ട് വരാം. സത്യം പറയുക, ഇതൊന്നും ഞാൻ നേരത്തെ നോക്കിയിട്ടില്ല, എന്തുവാണെന്ന് അറിയത്തില്ല. നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് നേരെ എൻ്റെ ഫ്രണ്ടിലങ്ങ് ഇരിക്കുക. ഓക്കെ, മിഡ് ക്യാപ്പ് നോക്കാം. മിഡ് ക്യാപ്പ് നോക്കിക്കേ. മിഡ് ക്യാപ്പ് നമ്മുടെ പറഞ്ഞത് 495 502 ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ മിഡ് ക്യാപ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് നമ്മുടെ ലൈന് എന്തിനായി ഇതിൽ കൂടുതലൊക്കെ ആര് ചെയ്തു തരാം? എൻ്റെ മക്കളെ നിങ്ങൾ നോക്ക്, ഇതിൽ കൂടുതൽ ആര് നമ്മൾ വരച്ച അതേ ലൈനിൽ തന്നെ വന്ന് റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് നേരെ തിരിച്ച് റിവേഴ്സ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം. നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ഇത് ചെയ്യുന്നവർ നോക്കുകയാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ടൊരു പാറ്റേൺ രൂപപ്പെട്ടു ഇല്ലേ? ഇവിടെ വന്നു, മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നേരെ പോയി നമ്മുടെ റെസിസ്റ്റൻസ് തട്ടി നേരെ തിരിച്ച് വന്നു. ഇതൊരു ടാർഗറ്റ് കിട്ടി, വീണ്ടും ഇവിടുന്ന് ബൗൺസ് ചെയ്തു, വീണ്ടും നമ്മുടെ അതേ പോയിന്റ് തന്നെ എത്രയോ പ്രാവശ്യം പറഞ്ഞാൽ നിൽക്കുന്നു, അതേ പോയിന്റ് തന്നെ അന്ന് വീണ്ടും ഇവിടുന്ന് റിജക്ഷൻ വന്നു. പിന്നെ അവിടുന്ന് ഒരു പാറ്റേൺ ഇങ്ങനെ രൂപപ്പെട്ടു. ഈ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ല പൈസ കിട്ടിയേനെ. നല്ല 650 200 പോയിൻറ്റിൻ്റെ
495, 500, 200, 500, 200, 150 പോയിൻറ്റിൻ്റെ ഫോള്. 150 പോയിൻറ്റിൻ്റെ ഫോളെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. മിഡ് ക്യാപ്പിനകത്തിൽ നല്ല ഒരു ഗെയിൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ എത്ര പേര് എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ അനുഭവം എല്ലാവരും ഇന്ന് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞ് ഞാൻ തന്നെ അങ്ങ് ഡെസ്പാകുക. ഓക്കെ, അപ്പോൾ നാളെ ഇനി എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. നാളെ എന്താണ് സംഭവിക്കുന്നത്? ഇതിപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ 502 മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് താഴോട്ട് ഒരു മിനിറ്റ്, ഇവിടെ ഇച്ചിരി കൺഫ്യൂസ്ഡ് ആണ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ ആക്കാം. ഇതാക്കാം നമ്മുടെ റേഞ്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച്. ഇപ്പോൾ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെ നിൽക്കട്ടെ. ബാക്കിയെല്ലാം ഒരു മിനിറ്റ് നിൽക്കട്ടെ. അതങ്ങനെ നിൽക്കട്ടെ. തട്ടിക്കളയാം. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ട് വെക്കാം. ഇല്ല, അതുമില്ല. മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്താൽ ഇതിങ്ങാണ്. ഇതില്ല. ഓക്കെ, ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കും. കളർ മാറ്റിയില്ലെന്ന് പറഞ്ഞു, അത് വേണ്ട. ഓക്കെ, ക്ലിയർ ആയിട്ട് കണ്ടല്ലോ. ഇനി വേറെ പ്രത്യേകിച്ച് വരയ്ക്കേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, ഇതിനകത്ത് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, എങ്ങോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾ പാറ്റേൺ നോക്കി നിങ്ങളുടെ പഠിപ്പിച്ച് എങ്ങനെയാണോ അതുപോലെ രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ലെവൽ മാത്രം. ഞാൻ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ സമയം അങ്ങ് പോകും. നമുക്ക് നിഫ്റ്റിയാണ് പ്രധാനം. ഓക്കെ, നമുക്ക് നിഫ്റ്റിയിലോട്ട് വരാം. ഇപ്പോൾ നിഫ്റ്റിയിൽ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കുക. നിഫ്റ്റിയിൽ എന്താ സംഭവിക്കുന്നത്? മാർക്കറ്റ് ഓൾറെഡി ഇതാണ് മാർക്കറ്റിൻ്റെ ക്ലോസിങ്. ഇതാണ് ഈ ഡോട്ടഡ് ലൈൻ കാണുന്നതാണ് ക്ലോസിങ്. 23,486 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. 23,500 മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത്. 23,500 നമുക്ക് 23,445, 23,500 നമുക്കൊരു മേജർ സപ്പോർട്ടാണ്. അവിടെ വന്ന് ആദ്യം മാർക്കറ്റ് കണ്ടോ, ഇത് 23, ഒരു മിനിറ്റ് ഞാൻ വരച്ച് കാണിക്കാം. 23,500 നോക്കിക്കഴിഞ്ഞാൽ 23,500 ഇതാണ് കണ്ടോ. 23,500 വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു. സപ്പോർട്ട് എടുത്ത ശേഷം ഇവിടുന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെങ്കിൽ നിന്നില്ല. അവന്മാർ പിന്നെ അടിച്ച് താഴെ ഇട്ടു. അടുത്ത നമ്മുടെ കറക്റ്റ് സപ്പോർട്ട് 23,445 വന്ന് സപ്പോർട്ട് എടുത്തു. ഓക്കെ, ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് ബൗൺസ് ചെയ്ത് ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ക്ലിയർ ആയിട്ട് ഓൾറെഡി ഇവിടെ എല്ലാം ഉണ്ട്. ഞാൻ ഇവിടെ ഒന്നും വരയ്ക്കേണ്ട കാര്യമില്ല, എല്ലാം ഓൾറെഡി ക്ലിയർ ആണ്. നമ്മളിവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. അപ്പോൾ മാർക്കറ്റ് ഇതിനകത്ത് ഇവിടെ നിൽക്കുന്നു നോക്കുക. ബാക്കി എല്ലാം ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ റേഞ്ച്. മാറ്റിയേക്കാം. നിങ്ങൾ എന്നോട് സതയെ ക്ഷമിക്കുക. എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയത്തുള്ളൂ, അല്ലാതെ എനിക്കൊരു പ്രൊഫഷണലിസം ഒന്നുമില്ല. ആത്മരോഷം വന്നുപോയി, എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ക്ഷമിക്കുക, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. എനിക്കിങ്ങനെ അറിയൂ, എനിക്കിങ്ങനെ സംസാരിക്കാനും അറിയത്തുള്ളൂ. എൻ്റെ ക്യാരക്ടറും ഇങ്ങനെയാണ്. ഓക്കെ, നമുക്കതിനകത്തിലിപ്പം മറച്ചു വെക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്ത് ചെയ്യാം, നന്നാകാൻ വേണ്ടി പറയാമെന്ന് വിചാരിച്ചാൽ മതി. ഒരു സഹോദരനെന്നോ ചേട്ടനെന്നോ അനിയനെന്നോ എന്നൊക്കെ വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റ്. ഇതിന് ശേഷം മാർക്കറ്റ് എങ്ങോട്ട് പൊട്ടുന്നു നോക്കുക. ഓക്കെ, ഇവിടെ എല്ലാം ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. ഇതാണ് മാർക്കറ്റിൻ്റെ ക്ലോസിങ്. ഇതിനകത്തുനിന്ന് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് ബാക്കി എല്ലാ ലൈനൊന്നും മാറ്റേണ്ട കാര്യമില്ല, എല്ലാം അതുപോലെ തന്നെ കിടപ്പുണ്ട്. ഈ ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ. അപ്പോൾ അതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഇതുകൂടെ നോക്കുക. ഓക്കെ, നമ്മൾ ഇപ്പോൾ ഇന്ന് US മാർക്കറ്റ് നെഗറ്റീവിലാണ്. ഓക്കെ, അപ്പോൾ ഇനി അവിടുത്തെ കാര്യമൊന്നും പറയണ്ട, വലിയ പോസിറ്റീവ്നെസ് ഒന്നും കാണുന്നില്ല ഡൗ ജോൺസിൽ. ഓക്കെ, നിഫ്റ്റിയും ഏകദേശം 23,523 ഫ്ലാറ്റായിട്ട് ഓടുന്നത്. അപ്പോൾ നമുക്ക് നാളെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നാളെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, HDFC ബാങ്ക് ഇതാ നോക്കുക. HDFC ബാങ്ക് ഞാൻ വീക്കിലി ഡെയിലി എടുത്ത് കാണിക്കാം. അതുകൂടെ ഒന്ന് കാണിച്ചേക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് മനസ്സിലാവും നമ്മൾ ഇന്നലെ എന്തോ പറഞ്ഞു. കണ്ടോ,
ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇത് ഓൾ ടൈം ഹൈയിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഒരു റിവേഴ്സൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നല്ലൊരു HDFC ബാങ്കിൽ നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ്, ഡേ ക്യാൻഡിലിൽ നല്ലൊരു ബെയറിഷ് ക്യാൻഡിലാണ് വീണേക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. കാരണം ഇത്രയും കയറി നിങ്ങൾ നോക്കി, ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞു, കൊടിമരം. ഞാനൊരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? കൊടിമരം വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ്. കണ്ടോ, ഇവിടെ എങ്ങോട്ടും ഒരു ഡൗൺ ട്രെൻഡ് ഇല്ലാതെ മാർക്കറ്റ് നേരെ ഇവിടം വരെ പോയി. അതത്ര ആശ്വാസപരമായ പോക്കല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടം വരെയൊക്കെ വരാനുള്ള സാധ്യത ഇങ്ങനെ വരച്ച് കാണിക്കാം. ഇവിടം വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അങ്ങനെ ഇവിടെ വരെ വന്ന് ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് നേരെ തിരിച്ചു പോകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1775 വരെയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഒന്നാമത്തെ കാര്യം അത്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാനും, ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഓക്കെ, സമയം പോയെന്ന് ഇവിടെ നിലവിളിക്കണ്ട. ഓക്കെ, അടുത്തത് നമുക്ക് ICICI നോക്കാം. ICICI എന്താ സംഭവിച്ചേ നോക്ക്. അതും അതുപോലെ തന്നെ കണ്ടോ, ഇതും ഇവിടെയും കൊടിമരമായിരുന്നു. ഈ കൊടിമരം വരുമ്പോൾ നിങ്ങൾ ഇതൊക്കെ നോക്കിയേ, ഇത് നോക്കി, ഇത് മാർക്കറ്റ് വീണ് ഇത് കണ്ടോ, ഇതാണ് ഇങ്ങനെ മാർക്കറ്റ് എഴുന്നേറ്റ് പോയി. ഇത് എഴുന്നേറ്റാണോ പോയിരിക്കുന്നത്? അല്ല, നേരെ കൊടിമരമാണ്. ഒറ്റ സ്ട്രെച്ച് 1207 മുതൽ 160 170 പോയിൻറ്റിൻ്റെ ഒറ്റ സ്ട്രെച്ചാണ്. 170 പോയിൻ്റ് ഒറ്റ സ്ട്രെച്ച്. ഈ പോക്ക് ശരിയല്ല, മനസ്സിലായി? ഈ പോക്ക് ഒടിഞ്ഞ് വീണേ ഒക്കത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ചിലപ്പോൾ ഇവിടം വരെ വരും. ഇവിടം വരെ വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു പോകേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു വീഴ്ചയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഇതിനേക്കൊക്കെ വാച്ച് ചെയ്യുക. നമ്മൾ ഓൺലി ബാങ്ക് നിഫ്റ്റി മാത്രമല്ല വാച്ച് ചെയ്യേണ്ടത്, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ അവസ്ഥകളോട് നമ്മൾ ഒന്ന് നോക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻസ് കിട്ടും. അടുത്തത് നമുക്ക് കോട്ടക് ബാങ്ക് നോക്കാം. കോട്ടക് ബാങ്ക് എന്താ സംഭവിച്ചത്? കോട്ടക് ബാങ്ക് ഇതുപോലെ തന്നെ നേരെ കൊടിമരമാണ്. ഇവിടെയും കൊടിമരമാണ് കണ്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശരിക്കും നോട്ടീസ് ചെയ്യണം. നേരെ മാർക്കറ്റ് മുകളിലോട്ട് പോയി ഓൾ ടൈം ഹൈ അടിച്ചു. ഓൾ ടൈം ഹൈ അല്ല, ഓൾ ടൈം ഹൈക്ക് കുറച്ച് സ്ഥാനത്ത് ഇച്ചിരി 50 പോയിൻറ്റൂടെ മുകളിൽ പോകാനുണ്ട്. ഇത് 52 വീക്ക് ഹൈ അടിച്ച് നേരെ തിരിച്ച് വന്ന് ഇത് റിജക്ഷനായി നേരെ തിരിച്ച് വന്നു. ഒരു വലിയ ക്യാൻഡിലാണ് ഇവിടെ കിട്ടിയത്, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇതൊരു സപ്പോർട്ടാണ്. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ചു പോകും. കാരണം അനലിസ്റ്റുകളൊക്കെ കോട്ടക് ബാങ്കിന് നല്ല റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ചിലപ്പോൾ കാരണം 2021 മുതൽ 1650 ടു 2000 റേഞ്ച് കിടന്ന് കളിക്കുന്ന ഒരു സ്റ്റോക്കാണ് ഈ കോട്ടക് ബാങ്ക്. ഇതിനെപ്പറ്റി ഞാൻ ശരിക്കും പഠിച്ചൊരു സ്റ്റോക്കാണ്. ചിലരൊക്കെ പറഞ്ഞത് എൻ്റെ തറവാട്ട് വകയാണെന്നാണ് പറയുന്നത്. ചിലർ എന്നെ അറിയാവുന്നവർ പറയുന്നത് കോട്ടക് ബാങ്ക്. കാരണം കോട്ടക് ബാങ്കിനെ പണ്ട് തൊട്ടേ ഞാൻ മനപ്പാടമാക്കി വെച്ചേക്കുന്ന സ്റ്റോക്കാണ്. അപ്പം പലരും പറയുന്നത് എൻ്റെ തറവാട്ട് വകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ ഞാൻ പഠിച്ചത് പ്രകാരം 2021 മുതൽ ഈ 2025 വരെ ഇത് 1600 2000 റേഞ്ചിലാണ് കിടന്ന് കളിക്കുന്നത്. അതിനപ്പുറം എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ഇത് ഒത്തിരി പ്രാവശ്യം സ്വിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചു. ഇപ്പോൾ ഇത് ഇന്ന് ബ്രേക്കൗട്ട് കിട്ടിയെങ്കിൽ 2200 വരെ പോയിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഫർദർ റാലി നടത്തണമെന്നുണ്ടെങ്കിൽ നേരെ ഇവിടെ വന്ന് ഒരു റീടെസ്റ്റ് നടത്തി ഇങ്ങനെ വല്ലതും തിരിച്ചു പോകാൻ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നോക്കി വെക്കുക. അപ്പോൾ ഇത് 3 ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഫർദർ ബാങ്ക് നിഫ്റ്റി ഒരു ഫർദർ ഫോണുള്ള സാധ്യത ഉണ്ട്. അപ്പം എല്ലാവരും നിങ്ങളുടെ അഭിപ്രായം ഇന്നത്തെ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത്രയൊക്കെയുള്ളൂ പറയാൻ. സമയം ഒത്തിരി നീണ്ടുപോയി. എല്ലാവരോടും സതേ ക്ഷമ ചോദിക്കുന്നു. ഞാൻ ചൂടായിട്ടുണ്ടെങ്കിൽ വെരി സോറി. ഓക്കെ, എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.